ഉചിതമായ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമെന്നാണ് ഇന്ത്യ സഖ്യം പറഞ്ഞത്. ഉചിതമായ സമയത്തിലേക്ക് എത്ര ദൂരം എന്നതാണ് നമുക്കെല്ലാം മുന്നിലുള്ള ഒരു ചോദ്യം. എന്തായാലും സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് തന്നെ NDAയിൽ കല്ലുകടി തുടങ്ങുകയാണോ എന്ന ചോദ്യം കൂടി വരുന്നുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം TDP അധ്യക്ഷൻ ചന്ദ്രബാബു നായിഡുവിൻ്റെ മകൻ നാരാ ലോകേഷിൻ്റെ ഒരു അഭിമുഖമാണ്. നാരാ ലോകേഷ് പറയുന്നു, ഒരു മതത്തിൻ്റെയും സംവരണം എടുത്തു മാറ്റാൻ അനുവദിക്കില്ല, ഏകീകൃത സിവിൽ കോഡ് അങ്ങനെ ഏകപക്ഷീയമായി നടപ്പിലാക്കാനും അനുവദിക്കില്ല എന്ന നിലപാടാണ്. ബാലഗോപാലും P ബസന്തുണ്ട് എൻ്റെ കൂടെ. ബാലചേട്ടാ, ഏകപക്ഷീയമായി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന നാരാ ലോകേഷിൻ്റെ പ്രസ്താവന നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ 100 ദിവസത്തെ കർമ്മ പരിപാടിയായിരുന്നു ഈ രണ്ടാം നരേന്ദ്രമോദി സർക്കാരിൻ്റെ അവസാന ദിവസം നിശ്ചയിച്ചത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ഘടകം ഈ ഏകീകൃത സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കുമെന്നായിരുന്നു. അതിനകത്ത് അതായത് കൃത്യമായൊരു ഇടവേളയ്ക്കകം നടപ്പാക്കുമെന്നായിരുന്നു. ഉത്തരാഖണ്ഡിൽ അത് നടപ്പാക്കി, ആസാമിലും ഗുജറാത്തിലും അത് നടപ്പാക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങിയിരുന്നു. രാജ്യവ്യാപകമായി നടപ്പാക്കുമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. ഇന്ന് ലോകേഷ് നായിഡുവിൻ്റെ അഭിമുഖത്തിൽ അദ്ദേഹം കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ഒരു കാരണവശാലും ഏകപക്ഷീയമായി BJPയെ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്നതാണ്. അതായത് ഭൂരിപക്ഷത്തിന് 32 MP കുറവാണ് BJPക്ക് നിലവിലുള്ളത്. ആ 32ൻ്റെ വില സത്യപ്രതിജ്ഞ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ TDP BJPക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമതായി, ഈ തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഏറ്റവും വലിയ പ്രചാരണ വിഷയം ഈ മുസ്ലിങ്ങളുടെ സംവരണമായിരുന്നു. ഇന്ന് ലോകേഷ് നായിഡു തൻ്റെ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്, ഒരു കാരണവശാലും മുസ്ലിം സംവരണം എടുത്തു കളയാൻ അനുവദിക്കില്ല എന്നതാണ്. ഏതെങ്കിലും ഒരു മതത്തിന് നിലവിൽ ലഭിക്കുന്ന സംവരണം എടുത്തു കളയും എന്ന വിഷമം ഒരു മതത്തിനും വേണ്ട എന്നും അക്കാര്യത്തിൽ TDPയുടെ ഒരു ഗ്യാരണ്ടി നൽകുന്നുവെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെ ഒരു ഗ്യാരണ്ടി TDPക്ക് നൽകേണ്ടി വരും. കാര്യം അവിടെ മുസ്ലിം വോട്ട് കാര്യമായി ലഭിച്ചിട്ടാണ് അവർ അധികാരത്തിലെത്തിയത്. JDUവിൻ്റെ ബീഹാറിലും മുസ്ലിം വോട്ട് വളരെ നിർണായകമാണ്. അതുകൊണ്ട് ഒരു സ്പീഡ് ബ്രേക്കറൊക്കെ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിക്കാം. വലിയ ബുദ്ധിമുട്ടായിരിക്കില്ല ബസ്നേട്ടാ ഭരിച്ച് മുന്നോട്ട് പോകാൻ ഈ നിലയിൽ? അല്ല, തീർച്ചയായും ഈ രണ്ട് JDUവും നിതീഷും വിലപേശാൻ മിടുക്കന്മാരാണ്. നിതീഷ് മാറി ഏത് മുന്നണിയിലേക്ക് എപ്പോൾ വേണോ മാറുമെന്ന് തയ്യാറെടുപ്പുള്ള ഒരാളാണ്. ചന്ദ്രബാബു നായിഡുവും സമാനമായ ഒരു സാഹചര്യമാണുള്ളത്. നായിഡുവിനെ സംബന്ധിച്ചിടത്താണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനമോ ഡൽഹിയിലൊരു മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയമോ ഒന്നും നായിഡുവിന് വലിയ കാര്യമൊന്നും ഉള്ളതല്ല. നായിഡുവിന് പ്രധാനമായിട്ടും സെൻട്രൽ അസിസ്റ്റൻസ് ആണ്, ഫിനാൻഷ്യൽ എയ്ഡാണ്. അമരാവതി എന്നുള്ളൊരു പ്രോജക്റ്റ് വലിയ പ്രോജക്റ്റാണ് ബാബുവിൻ്റെ, അതായത് ആന്ധ്രയ്ക്കൊരു പുതിയ തലസ്ഥാനം എന്നുള്ളത്. അതിനുവേണ്ടി അമരാവതി നിശ്ചയിച്ചത് ചന്ദ്രബാബു നായിഡുവാണ്. YSR അല്ലെങ്കിൽ ജഗൻമോഹൻ റെഡ്ഡി പിന്നീട് വന്നപ്പോഴത്തേക്കും അതെടുത്ത് കളഞ്ഞു, 3 തീരുമാനിച്ചു. അപ്പോൾ അമരാവതി എന്നുള്ള ആ ഒരു പദ്ധതിക്ക് വേണ്ടി ചന്ദ്രബാബു നായിഡു വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണമെന്നുള്ള നിലയ്ക്കല്ല, അത് നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിൽ നടത്തിയിട്ടുണ്ട്. അത് ഒന്ന് പോളാവാരം പ്രോജക്റ്റ് ഒന്ന്, പിന്നൊന്ന് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് പ്രഖ്യാപിച്ചിട്ടുള്ള ചില ക്ഷേമ പദ്ധതികൾ, ഇവയ്ക്കൊക്കെയുള്ള സെൻട്രൽ അസിസ്റ്റൻസാണ് പ്രധാനമായും ചന്ദ്രബാബു നായിഡുവിന് ആവശ്യം. അത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഏത് സമ്മർദ്ദവും അദ്ദേഹം നടത്തും. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളത് ഈ ഏകീകൃത സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമാണ്. ആ ബില്ലുകൾ അല്ലെങ്കിൽ അത് പാർലമെൻറ്റിൽ വരുന്നൊരു ഘട്ടത്തിൽ ഈ രണ്ട് കക്ഷികളും BJPയിൽ നിന്നും കൃത്യമായി നേടാനുള്ളതൊക്കെ നേടിക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ. നേരത്തെ ബാലു പറഞ്ഞ പോലെ ഈ രണ്ടിടത്തും മുസ്ലിം വോട്ടുകൾ നിർണായകമാണ് ഈ രണ്ടു പേർക്കും, നിതീഷിനും അതോടൊപ്പം ചന്ദ്രബാബു നായിഡുവിനും. പക്ഷേ JDUവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ വിവാദ ബില്ലുകളിലൊക്കെ കഴിഞ്ഞ സർക്കാരിനെ പിന്തുണച്ച ചരിത്രവുമുണ്ട്. അപ്പം നിതീഷിനെ മാറ്റി നിർത്താം. ബാബു ഏത് നിലയ്ക്കുള്ള നിലപാടെടുക്കുമെന്നുള്ളത് കണ്ടറിയേണ്ടതാണ്. പൊളിറ്റിക്കലി നോക്കുകയാണെങ്കിൽ BJP ഒരു സ്റ്റിക്കി വിക്കറ്റിലാണ്, അല്ലെങ്കിൽ പ്രതിരോധത്തിലാണ്. ഇവരെ എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളതാണ്. നരേന്ദ്രമോദി കഴിഞ്ഞ 2 ടേമിലും ഒരു ഓട്ടോക്രാറ്റിക് ആയിരുന്നു എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഒരു തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് സ്വാഭാവികമായിട്ടും സമവായത്തിലൂടെ അല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇവരുടെ രണ്ടുപേരുടെയും പിന്തുണ തേടേണ്ട ഒരു കാര്യം വരുന്നു. ചർച്ചകൾ നടത്തേണ്ടി വരുന്നു. 5 മിനിറ്റ് കൊണ്ട് ബില്ലുകൾ പാസ്സാക്കി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നേക്കെ മാറേണ്ടി വരുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടാകുക. പിന്നെ ഒരു ബാഡ് ഗവേണൻസിലേക്ക് പോയി അല്ലെങ്കിൽ ഒരു മോശപ്പെട്ട ഒരു ഭരണത്തിലേക്ക് കൊണ്ടുപോയിട്ട് സർക്കാർ അവസാനിപ്പിക്കാനും മോദി തയ്യാറായില്ല. അതുകൊണ്ട് ഏത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. ഇത് 5 കൊല്ലം കൊണ്ടുപോകേണ്ട ബാധ്യത ഇപ്പോൾ ബാക്കി 2 കക്ഷികളേക്കാൾ BJPക്കായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. ഈ ഒരു ഇടക്കാല തെരഞ്ഞെടുപ്പിനൊക്കെ തയ്യാറായിരിക്കുമെന്ന് ഇന്ത്യ സഖ്യത്തിലെ ചില നേതാക്കളൊക്കെ പറയുന്നത് കേട്ടിരുന്നു. ആ നിലയിലേക്കൊക്കെ അങ്ങനെ ഒരു രൂക്ഷമാണെന്ന് സാധ്യതയില്ലല്ലോ അല്ലേ? ഇല്ല,
ആദ്യത്തെ 6-7 മാസമൊക്കെ വലിയ ജനാധിപത്യമൊക്കെ കഴിയും. അത് കഴിഞ്ഞ് രാഷ്ട്രീയം എങ്ങനെ തിരിയുന്നു എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അവിടെ BJP എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും മറ്റ് കക്ഷികൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ സഖ്യത്തിനൊപ്പം ജനതാദൾ യുണൈറ്റഡും പിന്നെ ചന്ദ്രബാബു നായിഡും വരും, അല്ല അഖിലേഷ് സിംഗ് അവരുമായിട്ട് സംസാരിക്കുന്നു എന്നൊക്കെ ഉള്ള റൂമറുകളാണ് ഇതൊക്കെ. പക്ഷേ ഇന്ന് ഇറ്റ്സ് ടു ഏർലി എന്ന് വെച്ചാൽ പുതിയൊരു സർക്കാർ വരുന്ന ഇവർ സഖ്യത്തിൽ മത്സരിച്ച കക്ഷികളാണ്, പ്രീപോൾ അലയൻസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എളുപ്പമല്ല. അപ്പോൾ ഇതൊക്കെ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം മാത്രമാണ്. അതെ, ഈ കാത്തിരുന്നു 32 എന്നുള്ളത് ഒരു വലിയ സംഖ്യയൊന്നുമല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. 32 MP-മാരെയൊക്കെ കിട്ടാൻ വളരെ അല്പം ബുദ്ധിമുട്ടിയാലൊക്കെ മതി. അതിൽ ഒരു സൂചന ഞാനിപ്പോൾ പറയാം. YSR കോൺഗ്രസിനുമായിട്ട് ഇതിനോടൊക്കെ തന്നെ BJP സംസാരം തുടങ്ങിയിട്ടുണ്ട്. MP-മാരെ മൊത്തത്തിലെടുക്കണോ? മൊത്തത്തിലെടുക്കണം. എന്തായാലും അത് ആം ആദ്മി പാർട്ടിയുടെ കാര്യത്തിലും അവർ വളരെ കോഷ്യസ് ആയിരിക്കേണ്ട സമയമാണ്. പഞ്ചാബിലെ 13 പേരെയും നോട്ടമിട്ടിട്ടുണ്ട് എന്നുള്ളൊരു കഥയുണ്ട്. ഡൽഹിയിലെ സർക്കാരിനെ അട്ടിമറിക്കുമെന്നുള്ളൊരു കഥയുണ്ട്. അപ്പോൾ ഇത് ഞാനീ പറഞ്ഞ ഇത് എല്ലാ പാർട്ടികളും ചെയ്യുന്നതാണ്, BJP മാത്രം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. പണ്ട് നരസിംഹറാവു വരുന്ന സമയത്ത് ഇതേപോലെ സർക്കാരിന് ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ടുണ്ട്. മൈനോറിറ്റി സർക്കാർ ഭൂരിപക്ഷം ഉണ്ടാക്കിയത് മറ്റ് പാർട്ടികളെ പിളർത്തിയും ഒക്കെ തന്നെയാണ്. അന്ന് വലിയ വിവാദം പാർലമെൻറ്റിൽ നടന്നതാണ്. പൈസ കൊടുത്ത് വോട്ട് വാങ്ങാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് പൈസ സഭയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് കാണിച്ച് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതാണ്. പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ആ പണം പോയത്. അന്ന് അദ്വാനിയുടെ ഓഫീസിൽ നിന്ന് തന്നെയാണ് ആ പണമൊക്കെ പാർലമെൻറ്റിൻ്റെ അകത്ത് കൊണ്ടുവരികയും നടുത്തളത്തിൽ ടേബിളിൽ വെച്ച് പൊക്കി കാണിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമൊക്കെ ഇനി പ്രതീക്ഷിക്കാം വരും ദിവസങ്ങളിൽ. വലിയ രസം എന്ന് പറഞ്ഞാലേ കഴിഞ്ഞ 5 വർഷം അല്ലെ 10 വർഷം നമ്മൾ കണ്ട് പല സംസ്ഥാനങ്ങളിലും ഭൂരിപക്ഷം ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചാക്കിട്ട് പിടിച്ച് റിസോർട്ട് കൊണ്ടുവച്ച് താമസിപ്പിച്ച് വലിയ ബുദ്ധിമുട്ട് BJP നടത്തുന്ന പൈസ ഇറക്കി. അതിനിപ്പോൾ നമുക്ക് ഡൽഹിയിൽ ഇരുന്ന് കാണേണ്ടി വരുന്നുണ്ട്. മിക്കവാറും ഡൽഹിയിലും കാത്തിരുന്ന് കാണാമെന്നുള്ള വാക്കാണ് കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഞാൻ കൂടുതൽ കേൾക്കുന്നത്. ഇപ്പം ബസ്നേട്ടൻ പറഞ്ഞു, മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞു, ഒപ്പം KC വേണുഗോപാൽ പറഞ്ഞു, അങ്ങനെ പലരും പറയുന്നുണ്ട്. എന്തായാലും നമുക്കും കാത്തിരുന്ന് കാണാം ഡൽഹിയിൽ എന്ത് സംഭവിക്കുമെന്ന്. താങ്ക് യു.